السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അസ്സയൂഫ് ശുഹൂദു എന്ന അധ്യായത്തിലെ 3 വരി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഹയ്യാൻ ഇബ്നു റബീഅത്ത് അത്തായി. ഹയ്യാൻ ഇബ്നു റബീഅത്ത് അത്തായി എന്ന ഷായറിൻ്റെതാണ്. എന്നാൽ ഇത് ഹസ്സാൻ ഇബ്നു റബീഅത്തിൻ്റെതാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അബൂ അഹ്മദിന്റെ നുസ്ഖയിൽ ജബ്ബാർ ഇബ്നു റബീഅ എന്ന് പറഞ്ഞിട്ട് അത് ഗലത്താണ് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഹയ്യാൻ ആണെങ്കിലും ഹസ്സാൻ ആണെങ്കിലൊക്കെ ഇവിടെ തന്റെ ഖബീലയെ കുറിച്ച് മറ്റുള്ളവർ വിലയിരുത്തുന്നത് അവർ സാക്ഷ്യപ്പെടുത്തുന്ന 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാം. ഒന്ന്, യുദ്ധം നേരിടേണ്ടി വരുന്ന സമയത്ത് മടിച്ചു നിൽക്കാതെ വളരെ ധൈര്യശാലികളായിട്ട് മുന്നോട്ട് കുതിക്കുകയും ഒട്ടും തന്നെ പിന്തിരിഞ്ഞ് ഓടാത്തവരുമാണ് എന്ന് അവര് ഈ 3 ബൈത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തത്, ഷെയറുകള് അങ്ങോട്ടും ഇങ്ങോട്ടും ജാഹിലിയ കാലത്ത് എന്ത് ചെയ്യും, ബൈത്തുകൾ ഉണ്ടാക്കി പാടുക, ഇതൊരു ശീലമായിരുന്നു. അതനുസരിച്ച് മദ്ഹാണെങ്കിലും ദമ്മാണെങ്കിലും ഒക്കെ ഖബീലയെ കുറിച്ച് മോശമായി പറയുമ്പോഴും അവരെന്ത് ചെയ്യും, ബൈത്ത് ഉണ്ടാക്കി അത് പറയും, പാടും. അതേപോലെ തിരിച്ചും. അപ്പൊ അത്തരം ഒരു സംഗതി, അതിലും ഇവര് ഉന്നതരാണ്, വലിയ കഴിവ് തെളിയിച്ചവരാണ്. അതോടൊപ്പം യുദ്ധത്തില് പങ്കെടുക്കുമ്പോ അവിടെയും അവര് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ശക്തരും ഒക്കെയാണ് എന്ന് തെളിയിക്കുന്ന കുറഞ്ഞ വരികളിലൂടെ വലിയ ആശയം ഇവിടെ കാണിക്കുകയാണ്. ലഖദ് അലിമൽ ഖബായിലു അന്ന ഖൗമി ദവു ജിദ്ദിൻ ഇദാ ലുബിസൽ ഹദീദു വഅന്നാ നിഅമ അഖ്ലാസുൽ ഖവാഫി ഇദാ ഇസ്തഅറത് തനാഫുറു വന്നശീദു വഅന്നാ നദ്രിബുൽ മൽഹാഹ ഹത്താ തുവല്ലി വസ്സുയൂഫു ലനാ ശുഹൂദു. അദ്ദേഹം പറയാണ്, ലഖദ് അലിമൽ ഖബായിലു, മറ്റുള്ള കബീലകളൊക്കെ, എല്ലാ കബീലകളും അവര് അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെയാണ് അലിമ. വെറും ഒരു അറിയലല്ല, യഥാർത്ഥമായിട്ട് യാഥാർത്ഥ്യം അവര് അറിഞ്ഞിട്ടുണ്ട്, അവര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, അവര് ഷാഹിദാണ് എന്നൊക്കെയാണ് എല്ലാ കബീലകളും. എന്ത്? അന്ന ഖൗമി, എന്റെ ഖൗമ്, ദവു ജിദ്ദിൻ, അവര് നല്ലവണ്ണം പരിശ്രമിക്കുന്നവരാണ്. വെറുതെ ഒരു കടമ കഴിക്കലല്ല, അവര് നല്ലോണം പരിശ്രമിക്കുന്നവരാണ്. എപ്പോഴ്? ഇദാ ലുബിസൽ ഹദീദു, ഹദീദ് ധരിക്കുമ്പോ. ഹദീദ് നമ്മൾ പറഞ്ഞ നേരത്തെ പടയങ്കി എന്ന അർത്ഥത്തിനും, അതേപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രവും ഹദീദ്. പ്രധാനമായിട്ട് യുദ്ധത്തിന് പടയങ്കിയാണല്ലോ പറയത്. അപ്പൊ അതനുസരിച്ച് പറയാണ്, പടയങ്കി ധരിക്കുമ്പോ അഥവാ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോ എന്റെ ഖൗമ് വളരെ പരിശ്രമിക്കുന്നവരാണ് എന്ന്. അവര് പേടിച്ചിട്ട് മാറി നിൽക്കുകയോ ഒന്നും ചെയ്യൂല. യുദ്ധത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കിട്ടേണ്ട ബലാ അവര് നേരിട്ട് വാങ്ങും എന്നാണ് ഇവിടെ പറയുന്നത്. സ്വാഭാവികമാണല്ലോ, യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ബലാകളൊക്കെ ഏറ്റുവാങ്ങാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെ അതിലേക്ക് ഇറങ്ങുന്നവരാണ് അവര്. അടുത്ത പറയുന്നു, അന്നാ നിഅമ അഹ്ലാസുൽ ഖവാഫി,
അതേപോലെ മറ്റു കബീലകൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്ത്, ഞങ്ങള് പിന്നെ അഖ്ലാസുൽ ഖവാഫി, അഹ്ലാസ് എന്നാണ്, ഹെൽസ് അഹ്ലാസ്, വഅന്നാ നിഅമ അഹ്ലാസുൽ ഖവാഫി. ഹെൽസ് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെയും കുതിരയുടെ ഒക്കെ പുറത്ത് ഇരിക്കാൻ വേണ്ടി കെട്ടുന്നതാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് അഹ്ലാസ് കൊണ്ട് അസ്ഹാബ, അഹ്ലാസിന്റെ ഹെൽസിന്റെ ആളുകൾ ആണെന്നാണ്. അൽ ഖവാഫി എന്ന് പറഞ്ഞാൽ ഖാഫിയത്ത്, പദ്യത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഖാഫിയത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പദ്യം മുഴുവനാണ്, ഷെയറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങള് പിന്നെ ഷെയറിന്റെ ആളുകളാണ്, അസ്ഹാബു ഷെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴ് ഇദസ്തഅറ തനാഫുർ വന്നശീദു, ഇസ്തഅറ ഇൽതഹബ, ഇദൽതഹബ അത്തഖാസുമു വത്തനാഫുറു വത്തഹാകമു വന്നശീദു എന്നൊക്കെയാണ്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കം, അതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോര് പറയല്, ആക്ഷേപിച്ചുകൊണ്ടുള്ള പാട്ട്, ഇതൊക്കെ കത്തുന്ന സമയത്ത്, ഇതൊക്കെ ഇങ്ങനെ വളരെ ശക്തമായി കത്ത എന്ന് പ്രയോഗിക്കുക, ഇൽതഹബ, വളരെ ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ ഖവാഫിന്റെ ആളുകളാണ്, അവിടെയും ഞങ്ങൾ എന്ത് ചെയ്യില്ല, പിറകോട്ടില്ല എന്ന്. അടുത്തത് വഅന്നാ നദ്രിബുൽ മൽഹാ ഹത്താ തുവല്ലി വസ്യൂഫു ലനാ ശുഹൂദു, ഞങ്ങള് വെട്ടുന്നവരാണ്. അൽ മൽഹാ, മൽഹാ എന്ന് പറഞ്ഞാൽ ബൈളാ, ഉപ്പ്, മിൽഹ് എന്നുള്ള മൽഹാ, ഉപ്പ് വെളുത്തവരാണ്. മൽഹാ ബൈളാ എന്ന് ഉദ്ദേശിക്കുന്നത്. അഥവാ പോർക്കളത്തില് പിന്നെ ഒരുപാട് വളരെയധികം കൂടുതലുള്ള ശത്രുക്കളോട് പോരാടിയിട്ട് അവിടെ വാളുകൾ മാത്രമേ കാണുന്നുള്ളൂ, മൽഹാ. അപ്പോ അത്രയും വലിയ ആളുകളോട് യുദ്ധം ചെയ്യുന്നവരാണ്, വാളുകൾ മാത്രം ഗ്രൗണ്ടിൽ പോർക്കളത്തിൽ കാണുന്നുള്ളൂ, അത്രയും അധികരിച്ച ആളുകളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നവരുമാണ് എന്നും മറ്റു കബീലകളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതുവരെ? അവരൊക്കെ പിന്തിരിഞ്ഞോടുന്നത് വരെ. ഞങ്ങൾ എന്ത് ചെയ്യും? ഗാലിബാവും, ഞങ്ങൾ ജയിക്കും. ശത്രുക്കളൊക്കെ ഹത്താ തുവല്ലി, അവരൊക്കെ എന്ത് ചെയ്യും? പിന്തിരിഞ്ഞോടും, ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തും. വസ്യൂഫു ലനാ ശുഹൂദു, ലനാ ശുഹൂദു എന്ന് പറഞ്ഞാൽ ഐ ബിഹാ ഫുലൂലു എന്നാണ്. ശക്തമായ വെട്ടുകൾ വെട്ടിയിട്ട് വാളുകളൊക്കെ പൊട്ടലുണ്ട് എന്ന് പറഞ്ഞാൽ മദ്ഹാണല്ലോ, ദമ്മാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മദ്ഹ്. അപ്പോ ഞങ്ങളെന്തെയും വാളുകൊണ്ട് ശക്തമായിട്ട് വെട്ടുന്നവരാണ്, വലിയ വലിയ യോദ്ധാക്കളെ, അധികരിച്ചു വരുന്ന ആളുകളെ ഞങ്ങളെന്തെയും തോൽപ്പിക്കുന്നവരാണ് എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ആണ് ഇവിടെ. മറ്റുള്ള കബീലകൾ ഞങ്ങളെ കൗമിനെ പറ്റി മനസ്സിലാക്കുന്നത്, സാക്ഷ്യപ്പെടുത്തുന്ന 3 വിഷയങ്ങൾ. ഒന്ന്, കാര്യങ്ങളിലുള്ള പരിശ്രമം, പിന്നോട്ടടിക്കാതിരിക്കുന്ന ഒരു സമീപനം. 2, പാട്ടുകൾ ഉണ്ടാക്കി പാടുന്ന വിഷയത്തിൽ. 3-മത്തത്, യുദ്ധത്തിൽ വാള് ഉപയോഗിക്കുക. ഈ 3 വിഷയത്തിലും ഞങ്ങൾ വലിയ ഉന്നതരാണ് എന്ന് മറ്റു കബീലകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് 3 വരിയിലൂടെ വലിയ ആശയം അദ്ദേഹം പറയുന്നത്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.